ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. ഞങ്ങളെ സമ്പൂർണ്ണമായും ആ പാദപിടുത്തിലോട്ടൊന്ന് കൊണ്ട് തരികയപ്പാ. അപ്പം ഇന്ന് പകൽക്കാലം ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തണമേ. വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ. തമ്പുരാനെ, ജീവനും ഭക്തിക്കും വേണ്ടുന്നത് തന്ന് കരുതി ഒരുക്കി നടത്തുമാറാകണം. ഇന്നുവരെയും ഞങ്ങളെ അവിടുത്തെ ഭദ്രമാർന്ന ചിറകടിക്കുള്ളിൽ മറച്ച ദൈവമാ, ആവശ്യം ആഗ്രഹം അറിഞ്ഞ് മാനിച്ച ദൈവം, കരുതിയ ദൈവം. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. എൻ്റെ അപ്പൻ്റെ വലിയേറിയ സ്നേഹത്തിനും കരുണയ്ക്കും കരുതലിനുമായി സ്തോത്രം, 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 സ്തോത്രം. അപ്പം നന്ദി, അപ്പം നന്ദി കർത്താവേ. സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയുകയില്ല. അപ്പം സ്തോത്രം. അങ്ങയുടെ വലിയ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം കർത്താവേ. സ്തോത്രം. ബലഹീനരായ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. ജയത്തോടെ അവരെ നടത്തണം കർത്താവ്. നാടും വീടും വിട്ട കർത്താവ്, മാതാപിതാക്കളെ വിട്ട വിദുരിതകളിലൊക്കെ ജോലിക്കും പഠനത്തിനുമായി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ്. ശത്രു ആരെയും കാണാതുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് മറച്ചുകൊള്ളുമാറാകണം. ദൈവഭയത്തിൽ അവരായിരിക്കാൻ ഇടയാക്കുമാറാകണം കർത്താവ്. ഈ സമയം ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ മക്കളെ സഹായിക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന, സന്തോഷവും ദൈവകൃപയും നിറഞ്ഞ ജീവിതം നയിപ്പാൻ ഇടയാക്കുമാറാകണം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ട് കർത്താവെ. അവിടുത്തെ സമാധാനത്താൽ ഓരോ മക്കളും മുൻപോട്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബാലവീടുകളിൽ നിന്നെല്ലാം വിടുവിച്ച് കർത്താവ് വളർത്തിത്തരുമാറാകണം. അപ്പച്ചാ, ഞങ്ങളായിരിക്കുന്ന ഭവനം, ഞങ്ങൾ പാർക്കുന്ന ദേശം ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ട് ദൈവമായ കർത്താവ്, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകം സമർപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രോഗികൾക്ക് അവിടുത്തെ സൗഖ്യവും സമാധാനം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, തലയ്ക്കകത്ത് മുഴയാൽ അതിവേദനകളാൽ ഭാരമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവേ സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ വഴി യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ, കണ്ണിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയുമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ കർത്താവേ, ആസ്മ രോഗികളുണ്ട്, തൈറോയ്ഡ് ഉള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ തമ്പുരാനെ നീ കരുണയോടെ ഓർക്കണമേ, സൗഖ്യത്തോടെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. സൗഖ്യം അവിടുത്തെ പക്കല, സമാധാനം അവിടുത്തെ പക്കല, വിടുതൽ അവിടുത്തെ പക്കല ദാനമായി നൽകേണ്ടതിനായി ഇടയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ഐസിയിലും സിസിയിലും ഒക്കെ വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ മടങ്ങിപ്പോകാൻ സ്വർഗത്തിലെ അപ്പച്ചനിടയാക്കണമേ. ദൈവമായ കർത്താവേ സ്തോത്രം. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം. ഓരോ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളൊക്കെ സൗഖ്യമാകട്ടെ കർത്താവേ. ഞങ്ങൾ മഹത്വമേറിയ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച് ആയുസ്സാരോഗ്യം തന്ന ദൈവം അവിടുന്ന് ആകിയാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾ അവിടുത്തെ വചനപ്രകാരം ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിഹിതമല്ലാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങളെ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അടിയങ്ങളോട് മനസ്സലിയണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്ന തമ്പുരാനെ, നവംബർ മാസവും തീരാറായി. കരുണ തോന്നണമേ, മനസ്സറിയണമേ അപ്പാ. നീ അത്ഭുതം ചെയ്യണമേ. ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സന്തോഷിപ്പാൻ ഓരോ ജീവിതങ്ങൾക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവിടുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായി ഒന്ന് വിടുവിക്കണമേ. നിൻ്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലയായി ചായ്പാൻ ഒരു ഭവനം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരും ഉണ്ടപ്പാ. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ തന്നെ മക്കൾക്ക് ഭാഗ്യമൊരുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ. ദൈവമായ കർത്താവ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണം. ശത്രു ആരെയും കാണല്, ദുഷ്ടപിശാചാരെയും തുടരുത് കർത്താവ്. ഇത് വക്രതവും കോട്ടം നിറഞ്ഞ ലോകമാ കർത്താവ്. എങ്ങ് നോക്കിയാലും ഒരു സമാധാനം സന്തോഷമില്ല കർത്താവ്. ജാതിയോടും രാജ്യത്തോടും പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലവിളിയിൽ കർത്താവേ, എൻ്റെ കർത്താവേ, സ്തോത്രം. നിഷ്കളങ്കരായി, നേരിടുള്ളവരായി, ദൈവഭക്തരായി, ദോഷപ്പെട്ടകുന്നവരായി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെക്കൊണ്ട് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ അപ്പനെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട് എല്ലാം ദൈവനാമഹത്വപ്പെടുവാൻ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്നെ ഞങ്ങളെ പോറ്റി പുലർത്തണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.